ഇസ്രയേലും അമേരിക്കയും സംഘർഷം രൂക്ഷമാക്കിയ സാഹചര്യത്തിൽ ഇറാന്റെ നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷം. അമേരിക്കയും ഇസ്രയേലും ഒറ്റക്കെട്ടായി യുദ്ധം ചെയ്യുമ്പോൾ ഒരുമിച്ച് നിന്ന് തിരിച്ചടിക്കാനുള്ളതിന് പകരം മറിച്ച് അതിന് വിപരീതമായിട്ടാണ് ഇറാനിൽ നടക്കുന്നത്. പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചതും ഇനി ആക്രമിക്കില്ലെന്ന പ്രഖ്യാപനം നടത്തിയതും ഇറാനിലെ നേതൃനിരയിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചതായാണ് വിവരം. പ്രസിഡന്റ് ക്ഷമാപണം നടത്തുകയും ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയതിനും തൊട്ടു പിന്നാലെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫിലെ വിവിധയിടങ്ങളിൽ ആക്രമണം ഉണ്ടായതോടെയാണ് ഇക്കാര്യം വെളിവായത്. ഇറാനിലെ നേതൃനിരയിലെ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന വരും പ്രായോഗികവാദികളും തമ്മിലുള്ള ഭിന്നതയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ അയൽ രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചതും ഇനി ആക്രമിക്കില്ലെന്ന് ഉറപ്പു നൽകിയതും സായുധ വിഭാഗമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ നേതൃത്വത്തെ ഒന്നടങ്കം ചൊടിപ്പിച്ചതായാണ് വിവരം. ഇതോടെ ക്ഷമാപണം നടത്തി മണിക്കൂറുകൾക്കകം പ്രസിഡന്റ് തന്റെ പ്രസ്താവന തിരുത്തി രംഗത്തെത്തി. ക്ഷമാപണ ഭാഗം ഒഴിവാക്കിയാണ് പിന്നീട് അദ്ദേഹം പ്രസ്താവന നടത്തിയതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതിനിടെ ഇറാനിലെ മതപണ്ഡിതനും നിയമനിർമ്മാണ സഭാംഗവുമായ ഹമീർ റാസായി ഉൾപ്പെടെയുള്ളവരും പ്രസിഡന്റിനെതിരെ പരസ്യമായി രംഗത്തെത്തി. മിസ്റ്റർ പെസൻഷ്കിയാൻ, നിങ്ങളുടെ നിലപാട് ഒട്ടും പ്രൊഫഷണൽ അല്ല എന്നായിരുന്നു ഹമീർ റസായിയുടെ പ്രതികരണം. തീർത്തും ദുർബലമായും അസ്വീകാര്യവുമായ നിലപാടാണ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ക്ഷമാപണം നടത്തിയുള്ള പ്രസിഡന്റിന്റെ പ്രസ്താവനയെ IRGCയുടെ മുൻ കമാൻഡറും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ജുഡീഷ്യറി മേധാവിയും പരമോന്നത നേതാവിന്റെ അധികാരങ്ങൾ വഹിക്കുന്ന 3-അംഗ കൗൺസിലിലെ അംഗവുമായ മഹ്സനി ജയോജിയും പ്രസിഡന്റിന്റെ പ്രസ്താവന തിരുത്തി രംഗത്തെത്തി. ചില രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്നും അതിനാൽ പ്രത്യാക്രമണങ്ങൾ തുടരുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രസിഡന്റിന്റെ നിലപാടിനെതിരായ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കു നേരെ വീണ്ടും ആക്രമണം നടത്തിയത്. ശനിയാഴ്ച രാത്രി തന്നെ അബുദാബിയിലെ അൽ ദഫ്ര വ്യോമതാവളം ആക്രമിച്ചതായി IRGC ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു IRGCയുടെ പുതിയ ആക്രമണം. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ ഇറാനിലെ ഭരണ നേതൃത്വത്തിൽ ഭിന്നതകൾ നിലനിന്നിരുന്നതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ ഖമേനിയുടെ ഭരണത്തിന് കീഴിൽ ഇത്തരം അഭിപ്രായ ഭിന്നതകളെല്ലാം അടിച്ചമർത്തി. പക്ഷേ ഖമേനി കൊല്ലപ്പെട്ടതോടെ ഇതെല്ലാം മറനീക്കി പുറത്തു വരികയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നു. നിലവിൽ IRGC സ്വന്തം നിലയ്ക്കാണ് ആക്രമണത്തിനുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തെരഞ്ഞെടുക്കുന്നതെന്നാണ് വിവരം. ഇറാന്റെ പരമോന്നത നേതാവിന് കീഴിലുള്ള സൈനിക വിഭാഗമാണ് IRGC. അതിനാൽ തന്നെ പരമോന്നത നേതാവിനോട് മാത്രമേ ഇവർക്ക് ഉത്തരം നൽകേണ്ടിയുള്ളൂ. പരമോന്നത നേതാവായിരുന്ന ഖമേനിയെ ഇസ്രയേലും US-ഉം ചേർന്ന് വധിച്ചതോടെ IRGC സ്വന്തം നിലയ്ക്ക് ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരവും IRGCയുടെ നിയന്ത്രണത്തിലാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.